ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ എഴുത്തുകാരും കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏവർക്കും MCQ മന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ കേസരി, മറാത്ത എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ കേസരി, മറാത്ത എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാലഗംഗാധര തിലക്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബോംബെ സമാചാർ ആരുടെ പത്രമാണ്? ബോംബെ സമാചാർ ആരുടെ പത്രമാണ്? ഓപ്ഷൻ ഡി ഫർദൂർജി മർസ്ബാൽ. മൂന്നാമത്തെ ചോദ്യം: താഴെ നൽകിയിരിക്കുന്നവയിൽ ജി സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ച പത്രമേത്? താഴെ നൽകിയിരിക്കുന്നവയിൽ ജി സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ച പത്രമാണ്? ഓപ്ഷൻ എ സ്വദേശി മിത്രം ഹിന്ദു. അടുത്ത ചോദ്യം: വോയിസ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ ദാദാബായ് നവറോജി. താഴെ നൽകിയിരിക്കുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ പ്രധാന പത്രങ്ങൾ ഏവ? താഴെ നൽകിയിരിക്കുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ പ്രധാന പത്രങ്ങളാണ്? ഓപ്ഷൻ ഡി യങ് ഇന്ത്യ, ഹരിജൻ. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ പ്രധാന പത്രങ്ങൾ. ആറാമത്തെ ചോദ്യം: സുരേന്ദ്രനാഥ് ബാനർജിയുടെ പ്രധാന പത്രങ്ങളിൽ ഒന്നാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുടെ പ്രധാന പത്രങ്ങളിൽ ഒന്നാണ് ബംഗാളി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യം: ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ ഷോം പ്രകാശ് ആരുടേതാണ്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ ഷോം പ്രകാശ് ആരുടേതാണ്? ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ മൗലാന അബുൽ കലാം ആസാദ്. ഒൻപതാമത്തെ ചോദ്യം: ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആരുടേതാണ്? ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ? ഓപ്ഷൻ ഡി ആനി ബസന്റ്. ആനി ബസന്റിൻ്റെയാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ. പത്താമത്തെ ചോദ്യം: അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം നൽകിയവരാണ്? ഓപ്ഷൻ സി ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരാണ് അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്തത് കൃതികളും എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഘോര എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഘോര എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ ഡി ബംഗാളി. ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഘോര എന്ന കൃതി രചിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം: ഹിന്ദിയിൽ രചിക്കപ്പെട്ട രംഗഭൂമി ആരുടെ കൃതിയാണ്? ഹിന്ദിയിൽ രചിക്കപ്പെട്ട രംഗഭൂമി ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി പ്രേംചന്ദ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നിബന്ധമാല ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? നിബന്ധമാല ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? ഓപ്ഷൻ ഡി മറാത്തി. മറാത്തി ഭാഷയിലാണ് നിബന്ധമാല രചിക്കപ്പെട്ടിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം: ഇന്ത്യയുടെ കരച്ചിൽ ആരുടെ കൃതിയാണ്? ഇന്ത്യയുടെ കരച്ചിൽ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ് ഇന്ത്യയുടെ കരച്ചിൽ എന്ന കൃതി. അഞ്ചാമത്തെ ചോദ്യം: അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ ഹയാത്ത് ഇ സാദി എന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്?
അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ ഹയാത്ത് ഇ സാദി എന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഉറുദു. ആറാമത്തെ ചോദ്യം, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത് ആരാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത് ഓപ്ഷൻ ഡി ദാദാബായ് നവറോജി. ഏഴാമത്തെ ചോദ്യം, ദി ബ്രോക്കൺ വിങ് ആരുടെ കൃതിയാണ്? ദി ബ്രോക്കൺ വിങ് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെയാണ് ദ ബ്രോക്കൺ വിങ്. എട്ടാമത്തെ ചോദ്യമാണ്, താഴെ നൽകിയിരിക്കുന്നവയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കൃതി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഇന്ത്യ ഡിവൈഡഡ്. മൈ ട്രൂത്ത് എഴുതിയത് ആരാണ്? മൈ ട്രൂത്ത് എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. പത്താമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ആരുടെ കൃതിയാണ് ദ റെഡ് സാരി? താഴെ നൽകിയിരിക്കുന്നവയിൽ ആരുടെ കൃതിയാണ് ദി റെഡ് സാരി? ഓപ്ഷൻ ബി സോണിയാഗാന്ധി.